പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു ഡ്രൈവർ ക്യാബിൻ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അതായത് നമ്മളെ ലൈലാൻഡ് BS6 സ്റ്റിയറിങ്, അതുപോലെ തന്നെ ഗിയർ, ഈ ഒരു ഡാഷ്ബോർഡ്, പിന്നെ ഈ ഒരു ബോണറ്റിൻ്റെ ഏരിയ, ബോണറ്റ് എൻജിൻ ബോക്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു ഏരിയ, പിന്നെ ഡ്രൈവർ സീറ്റൊക്കെ ആ ഒരു സെറ്റപ്പ് എങ്ങനെ ചെയ്തെടുത്തു എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫിക്സ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, മെഷർമെൻറ്റ്സ് അടക്കം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാബിൻ ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മളെ ഡാഷ്ബോർഡ് വരുന്നത്. വളരെ സിമ്പിളാണ്. ഞാൻ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല, പക്ഷേങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ഇതാണ് ഡാഷ്ബോർഡ് വരുന്നത്. കാണുന്നുണ്ടെന്ന് ഇരിക്കുന്നു. ബ്ലാക്ക് ആയതുകൊണ്ട് ബ്രൈറ്റ്നസ്സിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. സൺലൈറ്റ് അടിക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലാക്കും ആയതുകൊണ്ട് ബ്രൈറ്റ്നസ് വളരെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡ്. ഇത് ഒറിജിനൽ ബസ്സിൻ്റെ ഇങ്ങനെ തന്നെ എന്ന് എനിക്കറിയില്ല. കാരണം ഞാനിതിപ്പം ഫോട്ടോ നോക്കിയിട്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്തൊരു ഡാഷ്ബോർഡൊന്നുമല്ല. ഇത് പണ്ട് കണ്ടത് മാത്രമല്ല, പിന്നെ ഇങ്ങനെ ഡ്രൈവിംഗ് വീഡിയോസ് എല്ലാം കാണൂലേ റീൽസിലെല്ലാം, അങ്ങനെയെല്ലാം കണ്ടപ്പോൾ അങ്ങനെയെല്ലാം നോക്കിയിട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ കാരണമൊന്നുമല്ല, വേറൊന്നുമല്ല, നമ്മൾ ഇൻറ്റീരിയർ അധികം അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. അതായത് ഡ്രൈവർ ക്യാബിൻ ഒന്നാമത് ഇൻറ്റീരിയർ ഇല്ലാത്ത വണ്ടിയാണ്. ഇപ്പോൾ കാണുന്നില്ല അല്ലേ, ബ്രൈറ്റ്നസിൻ്റെ പ്രശ്നം കൊണ്ടാണ്. കറക്റ്റ് ഇട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, പാസഞ്ചർ സീറ്റൊന്നും ഇല്ലാത്ത വണ്ടി, ആകെ ഇതിന് ഡ്രൈവർ ക്യാബിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വണ്ടീൻ്റെ എക്സ്റ്റീരിയർ എക്സ്റ്റീരിയർ ഡീറ്റെയിലിംഗ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതായത് പുറത്തെ കാര്യങ്ങൾ, ചെറിയ പുറത്ത് ബോഡിയിൽ വരുന്ന കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുക, അതിൽ കോംപ്രമൈസ് ഒന്നുമില്ല. ഇൻറ്റീരിയർ നമ്മളങ്ങനെ സിമ്പിളായിട്ട് അങ്ങനെ ചെയ്ത് വെക്കുക. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇൻറ്റീരിയർ വേണമെന്നുള്ള രീതിയിൽ അങ്ങനെ, അതായത് ഡാഷ്ബോർഡ് സ്റ്റിയറിംഗ് എല്ലാം അവിടെ വേണം, അവിടെ ബ്ലാങ്ക് ആക്കിയിട്ട് ഇട്ടാലൊരു ബോറല്ല, അതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നതാണ്. അല്ലാണ്ട് ഇൻറ്റീരിയർ അധികം ഡീറ്റെയിൽ ആക്കിയിട്ട് എങ്ങനെയാണോ അങ്ങനെ വണ്ടിയിലുള്ള അതുപോലൊന്നും ചെയ്യില്ല. ഒറിജിനൽ വണ്ടിയിൽ എങ്ങനെയാണോ അതുപോലെ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സ് ചിലവർ പ്രത്യേകം പറയും വളരെ ഇൻറ്റീരിയറും അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് വേണമെന്ന്. അങ്ങനെയാകുമ്പോൾ നമ്മളെ ടൈം കുറച്ചുകൂടി കൂടും, അതുപോലെ തന്നെ വർക്കിൻ്റെ റേറ്റ് എല്ലാം കുറച്ചുകൂടി അധികം കൂടും. അപ്പം കാര്യങ്ങൾ ഉണ്ട്. കാരണം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളെ ടൈം കൂടുമല്ലേ അവിടെ. അപ്പോൾ അതുപോലെ തന്നെ എന്നാലും വണ്ടീൻ്റെ റേറ്റും മാറും. ഇതൊക്കെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വർക്കാണ് ഇത് കാണിക്കുന്നത്, സിമ്പിളായിട്ട് ചെയ്തെടുത്തത്. പിന്നെ ഇത് ബ്ലാക്ക് ഫോം ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്, 3mm തിക്നെസ്സുള്ള ബ്ലാക്ക് ഫോം ഷീറ്റിൽ. അതിലെന്തായാലും നമ്മൾ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റ് ജസ്റ്റ് അടിച്ചിട്ടുണ്ട്, അത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിച്ചിട്ടില്ലെങ്കിലും ഈ കളർ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതിൽ അങ്ങനെ അടിച്ചാണ്. പിന്നെ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ പീസ് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഒറ്റ പീസല്ല, ഇത് കുറേ പീസ് വെച്ച് ഒട്ടിച്ചാണ്, ഉള്ളിലെല്ലാം ഒട്ടിച്ചിട്ട് ചെയ്തെടുത്ത ഒരു ഡാഷ്ബോർഡാണ്. പിന്നെ ആദ്യം ഒരു മെയിനായിട്ട് ബേസ് ഉണ്ടാക്കുക. ഈ ഒരു പീസൊന്നും ഇല്ലാണ്ട് ഈ അടിയിലെ പീസുണ്ട്, ഈ ഒറ്റ പീസ്, ഇതാദ്യം ചെയ്തെടുക്കുക. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസ് ഒട്ടിക്കുക. ഇത് ഏകദേശം BS6 ലൈലാൻഡിൻ്റെ ഈ ഒരു പീസ് വരുന്നുണ്ടെന്ന് നമുക്ക് ഒരു ഓർമ്മയുണ്ട്, അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഷേപ്പ് തന്നെയാണെന്നൊന്നും നമുക്കറിയില്ല, നിങ്ങൾ ഫോട്ടോസെല്ലാം നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ പിന്നെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുമ്പോൾ ഒരു ബോർഡിൽ വെച്ചിട്ട് നമ്മൾ വെറുതെ കോമ്പസ് കൊണ്ട് സെഡ് ബീൻ ഇങ്ങനെ കൊടുത്തിനാ, ഒന്നും പിന്നെ കാണുകയൊന്നും ചെയ്യില്ല. വണ്ടിയുടെ ഉള്ളിൽ വെച്ചാൽ പിന്നെ അതെല്ലാം അങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യില്ല. പിന്നെ ജസ്റ്റ് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. അത് വലിയ വൃത്തിയൊന്നുമില്ല, വളഞ്ഞിട്ടും പൊളിഞ്ഞിട്ടെല്ലാം ഉള്ളത്, നിങ്ങൾ നോക്കണ്ട. പിന്നെ ഡ്രൈവറിൻ്റെ ഏരിയ വോൾവോ ടൈപ്പ് ഡാഷ്ബോർഡാണ് ഇത്. അതുകൊണ്ട് ഇവിടെ ഇത് കുറച്ചും കൂടി ഇങ്ങോട്ടെല്ലാം വരുന്ന തോന്നുന്നത്. ഞാൻ പിന്നെ അങ്ങനെ ചെറിയ സെറ്റപ്പിൽ അങ്ങനെ ചെയ്തെടുത്തതാണ്. പിന്നെ അതിലൊരു ഗ്ലാസ്സിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മറ്റേ മീറ്ററൊന്നും കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ ഒരു പേപ്പറിൽ മീറ്റർ ഇങ്ങനെ വരച്ചിട്ട് മറ്റേ സ്പീഡോമീറ്ററും ഫ്യൂവലിൻ്റെയും മറ്റേതെല്ലാം വരച്ചിട്ട് ഉള്ളിൽ ഒട്ടിക്കുക, എന്നാൽ സെറ്റാവും. ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാം. പിന്നെ ഗ്ലാസിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല, അതും ഇതേപോലെ ബ്ലാക്ക് കളർ തന്നെ കാണുന്നു. പിന്നെ സ്റ്റിയറിങ് ചെയ്തെടുത്ത ഇതേപോലെയുള്ള വയറില്ലേ, നോർമൽ റെഡല്ല, ഏത് കളറായാലും കുഴപ്പമില്ല. നോർമൽ വയർ റൗണ്ട് ചെയ്തെടുക്കുക. റൗണ്ട് ചെയ്ത് എങ്ങനെ റൗണ്ട് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഒന്നിക്കൽ ഇതേപോലെ നിങ്ങളുടെ സൈസ് അനുസരിച്ചിരിക്കും. ചെറിയ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പ്ലസ് കിക്കിൻ്റെ ഈ ഒരു ക്യാപ്പയെല്ലാം റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചും കൂടി വലിയ വണ്ടിയാണ്, സ്റ്റിയറിങ് കുറച്ചുകൂടി വലുതാണ് വേണ്ടെങ്കിൽ ഇതേപോലുള്ള അക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ചെയ്തെടുത്തത് നമ്മൾ ട്രാവലറിന് വേണ്ടിയിട്ട് ചെയ്തൊരു വീൽ കപ്പ് പോലെ ചെയ്തെടുക്കുന്നതാണ്. വർക്ക് ഫിനിഷ് ആയിട്ടില്ല, അതിൻ്റെ ആ ഒരു വീൽ കപ്പ് ഇതിലാണ്. ഈ ഒരു സർക്കിൾ നമുക്ക് തോന്നി കറക്റ്റ് ആയിരിക്കുന്നു. അപ്പോൾ ഇതിലാണ് ഞാൻ വയറ് റൗണ്ട് ചെയ്തെടുത്തത്. അതിന് ശേഷം പിന്നെ ആ ലൈലാൻഡിൽ വരുന്ന പോലത്തെ ഡിസൈനിങ് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഫോട്ടോ നോക്കിയില്ല, സത്യം പറഞ്ഞ ഫോട്ടോ ഒന്നും നോക്കിയില്ല. തോന്നിയത് എന്താ മനസ്സ് തോന്നിയ പോലെ അങ്ങനെ ചെയ്തതാണ്.
ഇൻറ്റീരിയർ ഞാൻ പറഞ്ഞു ഫോക്കസ് അധികം ചെയ്യുന്നില്ല, അതുകൊണ്ട് തോന്നിയ പോലെ അങ്ങനെ ചെയ്തു. എന്ന് വെച്ചിട്ട് ബഗഡ് എന്തെങ്കിലും ചെയ്ത് വെക്കറ് ഏകദേശം ഇതുപോലെ തന്നെയാണെന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ട് ഇതേപോലെ അങ്ങനെ ചെയ്തതാണ്. പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി താഴെയൊരു ചെറിയ കമ്പി കൊടുത്തിട്ട് അങ്ങനെ ചെയ്തതാണ്. റൊട്ടേറ്റ് ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല, പിന്നെ നമ്മളൊരു ചെയ്യുമ്പോൾ വൃത്തിക്കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഓക്കെ, ഡാഷ്ബോർഡിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ആ പീസ് ഒട്ടിച്ചെടുത്താൽ നമ്മളെ ക്യാബിനിൽ അത് ഫിക്സായി നിന്നോളും. പിന്നെയുള്ളത് നമ്മളെ ബോണറ്റ്, അല്ലെങ്കിൽ എന്താ പറയുക എൻജിൻ ബോക്സ് എന്നാ പറയുക, ആ സാധനം ഗിയറൊക്കെ വരുന്ന ഗിയറെല്ലാം വെറുതെ ഇങ്ങനെ മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഞാൻ കൊടുക്കണമെന്നൊന്നുമില്ല. ഗിയറെല്ലാം ചെയ്തെടുത്ത കമ്പി ഇതായി കാണുന്ന അടിയിൽ കണ്ട കമ്പി, അതിനെക്കൊണ്ട് അതിൽ പിന്നെ ചെറിയ ഫോം ഷീറ്റ് മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ ഇതെല്ലാം നേരത്തെ പറഞ്ഞ ബ്ലാക്ക്, ഇൻറ്റീരിയർ മൊത്തം ഒരു ബ്ലാക്ക് തീമിലാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് എല്ലാം ബ്ലാക്ക് തന്നെ, പ്രത്യേകിച്ച് വേറെ കളറോ ക്ലോത്തിൻ്റെ കളറൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഡ്രൈവർ സീറ്റ് ഇതിന് മാച്ച് ആയിട്ടുള്ള ഡ്രൈവർ സീറ്റ്, അത്യാവശ്യം നല്ല ഡ്രൈവർ സീറ്റ്, കുറച്ച് തിക്നെസ് ഒരു 3 ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ട് തിക്നെസ് ആക്കി എടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ കൊടുത്തത് എന്താ പറയുക ഹെഡ് റെസ്റ്റോ എന്താ പറയുക അതിന് ആ സാധനവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി വരുന്ന ആ ഒരു ലൈലൻഡിൻ്റെ സീറ്റല്ല, മറ്റേ വള്ളി ടൈപ്പ് ലൈലൻഡിൻ്റെ സീറ്റില്ല, അതല്ല, നമ്മൾ കസ്റ്റമൈസ് ചെയ്ത പോലത്തെ ഒരു സീറ്റ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ബ്ലാക്ക് കളറിൽ അങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 2 ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മുടെ ഡ്രൈവറിൻ്റെ ഏരിയ കുറച്ച് താണിട്ടാണ് ഉള്ളത്, അപ്പോൾ അതിൽ ഹൈറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ഇത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. പിന്നീട് നമുക്കിത് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ക്യാബിനിലേക്ക് നോക്കുമ്പോൾ ക്യാബിൻ മൊത്തത്തിൽ നമ്മൾ ബ്ലാക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. മൊത്തം ബ്ലാക്ക് തന്നെയാണ്, ബ്ലാക്ക് തീം തന്നെ ചെയ്യുന്നത്. മറ്റേ അലുമിനിയം അല്ലെങ്കിൽ ആ ഒരു സിൽവർ കളറില്ല അതൊന്നും കൊടുത്തിട്ടില്ല, ഫുള്ള് ബ്ലാക്ക്. പിന്നെ എന്താ പറയുക ഫ്ലോർ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെയെല്ലാം പെയിൻ്റെല്ലാം അടിക്കുമ്പോൾ അതിൽ തെറിച്ച്, അതായത് സ്പ്രേ ആയിട്ട് ഇവിടെയെല്ലാം അടിക്കുമ്പോൾ നമ്മളിത് കവറൊന്നും ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ ഉള്ളിലേക്കെല്ലാം സ്പ്രേ ആയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു സിൽവർ കളർ ആയിട്ടുണ്ട്, മറ്റേ അലൂമിനിയം ഷീറ്റിൻ്റെ കളർ തന്നെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്, ബ്ലാക്ക് അടിച്ചിട്ടില്ല. കാരണം ഇത് പിന്നെ ഒന്നാമത് ഇവിടെയെല്ലാം ബോണറ്റെല്ലാം വരുമ്പോൾ ഒന്നും കാണുകയൊന്നും ചെയ്യില്ല, അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചത് ഇതിപ്പം ബോണറ്റ് ഇവിടെ ഇങ്ങനെ വരും, അതൊന്നും കാണില്ല. ഇവിടെ ഇങ്ങനെ ഡാഷ് ബോർഡും വരും, അതൊന്നും കാണില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അടിയിലൊന്നും അടിച്ചിട്ടില്ല. കാണുന്നെടുക്കുന്ന നോക്കുമ്പോൾ അലുമിനിയം ഷീറ്റിൻ്റെ കളറുണ്ട്, അതുകൊണ്ട് അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്നാൽ വേറെ പരിപാടിയൊന്നുമില്ല. ആദ്യം ബോണറ്റ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക, അതങ്ങനെ ബോണറ്റ് ആദ്യം ഒട്ടിക്കുന്നതിന് പകരം ഇതേപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ, ഡാഷ് ബോർഡും ബോണറ്റും തമ്മിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഉണ്ടാവുക. ഗിയറുകൾ മാറ്റുക, സ്റ്റിയറിംഗ് തിരിക്കുക, സംഭവം വൈബ് തന്നെ. അപ്പോൾ ഇനി ഇത് നമുക്ക് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഉള്ളിലേക്ക് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് ലെവൽ കറക്റ്റാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഏകദേശം ഇതേപോലെ വരിക, ഏകദേശം ഇതേപോലെ വരും. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റും അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാബിൻ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഈ കാണുന്ന പോലെ മൊത്തത്തിൽ ഫിക്സ് ചെയ്തെടുക്കുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, പ്ലസ് കിക്ക് വെച്ചിട്ട് ഫിക്സ് ചെയ്യുക. സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ സ്റ്റിയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്ത വീഡിയോ ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യാം, ഫ്രണ്ട് മെയിൻ ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സൈഡ് ഗ്ലാസ്സൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ മറ്റേ മൂവ്മെൻറ്റ് കൊടുക്കുന്ന ഗ്ലാസ്സില്ലേ അതാണ് കൊടുത്തിട്ടുള്ളത് സൈഡ്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, അത് ഇതൊന്നും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല കേട്ടോ, ഈ ഒരു സാധനം മാത്രമേ നമ്മളങ്ങനെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് ഫിക്സ് ചെയ്യുന്ന വീഡിയോ നാളെയോ മറ്റന്നാളായിട്ട് ഇടാം. ഓക്കെ ബൈ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.